എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ലഭിക്കുന്ന ശമ്പളവും മറ്റ് അലവൻസ് വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 10 വർഷത്തെ ഭരണത്തിന് ശേഷം UDF നയിച്ച VD സതീശൻ കേരള മുഖ്യമന്ത്രിയായിട്ടും മറ്റ് 20 അംഗങ്ങൾ മന്ത്രിമാരായിട്ടും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അതത് വകുപ്പുകളിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയും നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള ചോദ്യങ്ങൾ നേരിട്ടും ജനങ്ങളുടെ ക്ഷേമം പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ് ഈ മന്ത്രിമാർ. ക്യാബിനറ്റ് പദവിയിലിരിക്കുന്ന മന്ത്രിമാർക്ക് മാസാമാസം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പരിശോധിക്കാം. മന്ത്രിമാർക്ക് വെറും 2000 രൂപയാണ് അടിസ്ഥാന ശമ്പളം. എന്നാൽ ക്ഷാമബദ്ധയായിട്ട് 38,429 രൂപ മാസാമാസം ലഭിക്കുന്നതാണ്. മണ്ഡല അലവൻസ് ആയിട്ട് 40,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. യാത്രാ അലവൻസ് ആയിട്ട് മന്ത്രിമാർക്ക് 17,000 രൂപയും ലഭിക്കുന്നതാണ്. ഒരു മാസത്തെ ആകെ മന്ത്രിമാരുടെ ശമ്പളം 97,429 രൂപയാണ്. ഇതുകൂടാതെ മന്ത്രിമാർക്കെല്ലാം തന്നെ കുടുംബസമേതം പൂർണ്ണ ചികിത്സാ പരിരക്ഷയും ലഭിക്കുന്നതാണ്. വെഹിക്കിൾ അഡ്വാൻസ് ആയിട്ട് 10 ലക്ഷം രൂപയും ഹൗസ് അഡ്വാൻസ് ആയിട്ട് 20 ലക്ഷം രൂപയും എന്നിങ്ങനെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ മന്ത്രിമാർക്ക് സ്വന്തമായിട്ട് ഒരു ഔദ്യോഗിക വസതിയും കാറും പൈലറ്റ് വാഹനവും ലഭിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യ വിവരങ്ങളും പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയാകുമ്പോൾ VD സതീശന് പ്രതിമാസ അടിസ്ഥാന ശമ്പളവും അലവൻസുകളും ചേർത്ത് 1,85,000 രൂപയാണ് ശമ്പളമായിട്ട് ലഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനു പുറമെ യാത്രയ്ക്കായിട്ട് ഔദ്യോഗിക വാഹനവും അകമ്പടിക്കായിട്ട് പൈലറ്റ് വാഹനങ്ങളും ലഭിക്കുന്നതാണ്. മാത്രവുമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ട്രെയിൻ വിമാന യാത്രകൾക്ക് പ്രത്യേക യാത്രാ അലവൻസുകളും സൗകര്യങ്ങളും ഉണ്ട്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പൂർണ്ണമായിട്ടുള്ള ചികിത്സ സൗജന്യമാണ്. ഇനി 5 വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ കാലാവധി പൂർത്തിയാക്കിയാലും ആജീവനാന്തം പെൻഷനും ലഭിക്കുന്നതാണ്. താമസത്തിന് ക്ലിഫ് ഹൗസ് ആണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. സർക്കാർ നൽകിയിരിക്കുന്ന ഈ ഒരു ബംഗ്ലാവിന് 24 മണിക്കൂർ കർശനമായിട്ടുള്ള സുരക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.